ഹലോ, ഇന്ന് നമുക്ക് പ്രാക്ടീസ് കോൺ മേക്ക് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറും 1.5 ടേബിൾ സ്പൂൺ ഷുഗറും 1.5 ടേബിൾ സ്പൂൺ ഓയിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ലൂസാവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിരുന്നു, പക്ഷേ 3/4 ഗ്ലാസ് വെള്ളം എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹെന്ന മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 3 to 4 hours ഒന്ന് ഡയറി ലീവ്സിലും ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെയ്നറിലും ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി എന്തെങ്കിലും വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ലൂസാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹെന്ന പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലംസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഒരു കറക്റ്റിലുള്ള കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ഹെന്ന പേസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കുക. ഈ ഒരു തിന്ന സോക്സ് വെച്ചിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇതുപോലത്തെ ഷോക്സ് വേണം. സാധാ നോർമൽ ഷോക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഹെന്ന പേസ്റ്റ് പുറത്തേക്ക് വരും പോലും ചെയ്യൂല. ഇതന്നെ നല്ല ടൈറ്റിലാണ് വരിക. പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെന്ന കറക്റ്റ് സ്മൂത്തായിട്ട് വരും, തിന്നായിട്ട് വരും ചെയ്യും. നമ്മൾ ലൈൻസൊക്കെ വരയ്ക്കുമ്പോൾ നല്ല കറക്റ്റായിട്ടാവും വരിക. ഇനി നമുക്ക് കോണ് മേക്ക് ചെയ്യാം. ഒരു ചതുരത്തിൽ സെല്ലോഫെയിൻ ഷീറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കാൽ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് കൈ വെച്ചിട്ട് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അറ്റം നമ്മൾ ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കോണ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ പൈപ്പിംഗ് ബാഗ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഹെന്ന പേസ്റ്റ് ആയിട്ട് ഫില്ലാവുന്നതാണ്. നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എയർ ബബിൾസ് ഒന്നും വരില്ല. ഇനി കോണിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കോണ് ഫില്ലാവുന്നതാണ്. കോണിൻ്റെ ടിപ്പ് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കോണിൻ്റെ ബാക്ക് സൈഡ് കൂടെ ഒന്ന് നമുക്ക് സീൽ ചെയ്ത് കൊടുക്കാം. വീഡിയോയിൽ നോക്കി ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ താഴേക്ക് ബാക്ക് സൈഡിൽ നിന്ന് ഒരു മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും താഴേക്ക് 2 വട്ടം ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ടാപ്പ് ഇട്ടിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ടാപ്പ് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കോണ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യുക. ബാക്കി വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്താൽ മതി. ഈ കോണ് വെച്ച് നമുക്കൊരു സിമ്പിൾ ഡിസൈൻ ചെയ്യാം. ഈ ഒരു കോണ് ഒരിക്കലും സ്റ്റെയിന് ഹാൻഡിൽ വരില്ല. നമുക്ക് ഈ ഒരു കോണ് സിലിക്കൺ ഹാൻഡിലോ ആക്രിലിക് ബോർഡിലോ പേപ്പറിലോ ഒക്കെ യൂസ് ചെയ്യാം. ഇൻ കേസ് ഇതിന് സ്റ്റെയിന് വരുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ആയിട്ട് വരുള്ളൂ. നല്ല ഡാർക്ക് സ്റ്റെയിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ഹെന്ന കോൺ യൂസ് ചെയ്യണം. നമ്മൾ ഇതിൽ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് പ്രാക്ടീസ് കോൺ എന്ന് പറയുന്നത്. നമ്മൾ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്ന കോണാണ് നല്ല കറക്റ്റ് സ്റ്റെയിനൊക്കെ വരുന്ന ഹെന്ന കോൺ. ഇതുപോലത്തെ ഹെന്ന റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് ഈ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.